വൈകിട്ട് വീട്ടിൽ വന്ന് ചേട്ടൻ ദേ 5 കവറും കൊണ്ടാട്ടോ വന്നേ. ഞാനൊന്ന് ഞെട്ടി. സംഭവം വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കവറിൽ ഇതൊക്കെയായിരുന്നു. അടുത്ത കവറിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, മുളക്, പോപ്കോൺ ചേട്ടൻ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് പാലും മുട്ടയുമായിരുന്നു ഒരു കവറിൽ. പിന്നെ മലക്കറി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ 2 പേര് മാത്രമായതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ അടുക്കി പറക്കി വെക്കും. എനിക്കതങ്ങനെ പറക്കി വെച്ചില്ലെങ്കിൽ സമാധാനമില്ല. ഫ്രിഡ്ജിലോട്ടുള്ളതൊക്കെ എല്ലാം മാറ്റി മാറ്റി പറക്കി വെച്ചു. പിന്നെ ഈ നെത്തോലി ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു നേരെടുത്ത് ഞാൻ അതൊക്കെ വൃത്തിയാക്കി മീൻ പൊരിക്കാനുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അവിയലിനെ അരിഞ്ഞ് വെച്ചേക്കുക കേട്ടോ. അവിയലും തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോരനുള്ളതൊക്കെ അരിഞ്ഞ് പറക്കി മാറ്റി വെച്ച് കറിയെല്ലാം റെഡി ആയതിനു ശേഷം ചോറും അവിയലും മീൻ പൊരിച്ചതും തോരനും സവാളയും മീൻകറിയും തൈരും എല്ലാം കൂട്ടി ചേട്ടൻ ചോറ് കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനെ സെപ്പറേറ്റ് ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല, ഒത്തിട്ട് തിന്നുന്നതാണ്. അപ്പം ഞാനും ചോറിട്ട് തിന്നു.